ഇന്നത്തെ വചനചിന്ത വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കും. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന് വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് മരിച്ച വിഷയമായാലും, നാറ്റം വമിക്കുന്ന വിഷയമായാലും, സമയം കഴിഞ്ഞെന്ന് തോന്നിയാലും, മാനുഷികമായി ഇനി ഒരു സാധ്യതയും ഇല്ലാത്ത ഇടത്തും വ്യത്യസ്തമായി വിസ്മയകരമായി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഒരുക്കുവാൻ, വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സാഹചര്യം നോക്കാതെ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കും. ആരെന്നെ വിടുവിക്കുമെന്ന്, ആരെന്നെ സഹായിക്കും, ആരെനിക്ക് ചുറ്റും പരിചയം നിൽക്കുമെന്ന ഹൃദയവേദനയോടുകൂടെ ആയിരിക്കുന്ന താങ്കളോട് പറവാൻ ഒരു സന്ദേശമുണ്ട്. അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ വിടുവിക്കും. ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് അവൻ സഹായകനും പരിചയമാകുന്നു. കൂടാതെ അവൻ നമ്മുടെ സംഗീതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയാകുന്നു. ഭക്തനായ അബ്രഹാം പ്രതിസന്ധിയിൽ വിളിച്ചു പറഞ്ഞു, യഹോവ ഈരേ, യഹോവ കരുതും. ഒരു സാധ്യതയുമില്ലാത്തിടത്ത് ഭക്തനായ അബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയെങ്കിൽ പിന്തുടർന്ന് പിടിക്കുവാൻ വരുന്ന ഫറവോൻ സൈന്യത്തെ കണ്ട് മോശ പറഞ്ഞു, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് യഹോവ ഇന്ന് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങളെന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചുവെങ്കിൽ, മുന്നിലുള്ള പ്രതിസന്ധികൾ കണ്ട് സകലിന് ഭയപ്പെട്ടപ്പോൾ ഭക്തനായ കാലേബ് വിളിച്ചു പറഞ്ഞു, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ അതിനെ ജയിക്കുവാൻ കഴിയും, അവകാശമാക്കുവാൻ കഴിയും. കാലേബ് പറഞ്ഞതുപോലെ ദൈവം കനാൻ ദേശത്തെ ഇസ്രായേൽ ജനത്തിന് അവകാശമായി കൊടുത്തു. ഇസ്രായേൽ ജനം മോശയോട്, നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൊണ്ടുവന്നതാണോ? അവർ പറഞ്ഞതുപോലെ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നുവെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. അതിനാൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അതിനാൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ഭക്തനായ കാലേബും യോശുവും വിളിച്ചു പറഞ്ഞു, നമുക്ക് ജയിക്കുവാൻ കഴിയുമെന്ന്. എന്നാൽ 10 പേർ നെഗറ്റീവ് പറഞ്ഞപ്പോൾ, 10 പേർ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ അത് കേട്ടവരും പിറുപിറുത്തു. അവരൊക്കെയും കനാൻ ദേശം ചവിട്ടുവാൻ കഴിയാതെ പകുതി വഴിയിൽ പട്ടുപോയെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്കു പറയുന്നവനെ ദൈവം മുന്നോട്ട് നടത്തും. ഏത് മരുഭൂമിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടാകും. ദൈവം കൈമാറിയ നിയോഗത്തിലേക്കുള്ള യാത്രയുടെ മുൻപിലുള്ള വഴി അടയുമ്പോൾ പുറകോട്ട് നോക്കാതെ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ചലിക്കുന്നവർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ ദൈവം ഒരു കാറ്റിനെ ഒരുക്കിയിട്ടുണ്ട്. കാറ്റടിച്ച് അതുവരെയും ആരും കാണാത്ത പുതുവഴി തുറന്ന് അതിലൂടെ അവരെ അക്കരെ എത്തിച്ചുവെങ്കിൽ, ഇന്നും വിശ്വാസത്തോടുകൂടെ പുറകോട്ട് നോക്കാതെ മുന്നോട്ട് ചലിക്കുന്നവർക്ക് വേണ്ടി മുൻപിലുള്ള തടസ്സങ്ങളെ മാറ്റി പുതുവഴി ഒരുക്കുവാൻ കാറ്റിനെ ഒരുക്കിയിട്ടുണ്ട്. അതടിക്കുമ്പോൾ മുന്നിൽ മറഞ്ഞു കിടക്കുന്ന പുതുവഴി കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടും. നമ്മുടെ ചിന്തകൾക്കും നിലവിൽക്കും അതീതമായി വഴിയൊരുക്കും. യോസേഫിന് ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞുവെന്ന് യോസേഫിൻ്റെ സഹോദരങ്ങൾ അപ്പനായ യാക്കോബിനെ അറിയിച്ചു. എന്നാൽ അനേക സംവത്സരങ്ങൾക്ക് ശേഷം അതേ സഹോദരന്മാരെ കൊണ്ട് യോസേഫ് ജീവിച്ചിരിക്കുന്നു എന്ന് ഭക്തനായ യാക്കോബിനോട് പറഞ്ഞുവെങ്കിൽ, തന്നെ പൊട്ടക്കിണറ്റിലാക്കിയ അതേ സഹോദരങ്ങൾ ഭക്തനായ യോസേഫ് മരിച്ചുപോയെന്ന് പറയപ്പെട്ട അതേ സഹോദരങ്ങൾ ജീവനോടെ കൂടെ ഉണ്ട് എന്ന് യാക്കോബിനെ അറിയിച്ചപ്പോൾ, യോസേഫ് യാക്കോബിനെ വിളിപ്പാൻ രഥത്തെ അയച്ചത് കണ്ടപ്പോൾ അപ്പനായ യാക്കോബിന് നഷ്ടപ്പെട്ടു പോയ ചൈതന്യത്തെ വീണ്ടും ദൈവം മടക്കി നൽകിയതുപോലെ, നഷ്ടപ്പെട്ടെന്ന് പോയ കരുതിയ മകനെ തിരിച്ചു ലഭിച്ച് സന്തോഷിച്ചതുപോലെ താങ്കളുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയത് ഒരിക്കൽ ലഭിക്കത്തില്ലെന്ന് കരുതിയത് താങ്കൾക്ക് ലഭിപ്പാനിടയാകും. കൺമുൻപിൽ ദൈവം മടക്കി തരും. നഷ്ടപ്പെട്ടു പോയ ചൈതന്യത്തെ വീണ്ടും മടക്കി നൽകുവാൻ ദൈവം മതിയായ ദൈവമാണ്. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം മടക്കി കിട്ടുമ്പോൾ കർത്താവിൽ സന്തോഷിച്ച് ബലത്തോടുകൂടെ ദൈവത്തെ നന്ദി പറയുവാൻ ഈ നാളുകളിൽ കർത്താവ് അനേകം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും. ആകയാൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.